ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 2 മീറ്റർ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 14-15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത്. 32 ആണ് ചെസ്റ്റ് അളവ്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് സൈഡാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് തുണി നീളത്തിൽ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വേണ്ടത് നമുക്ക് 21 ഇഞ്ചാണ്. പക്ഷെ നമ്മൾ ബാക്ക് സൈഡ് വെട്ടുമ്പോൾ ഒരു 2 ഇഞ്ചും കൂടെ കൂടുതലിട്ട് വെട്ടണം. നമുക്ക് 21 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് വേണ്ടത്. ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇടണം. അപ്പോൾ ഒരു 23ആയി. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് കഴിയുമ്പോൾ 24 ഇഞ്ചിലാണ് ഞാൻ ബാക്ക് സൈഡ് മാത്രം മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് സൈഡ് നമ്മൾ അത്ര എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തയ്യൽ തുമ്പും മാത്രം ഇട്ടേച്ചാൽ മതി. അപ്പോൾ 24 ഇഞ്ചിൽ ബാക്ക് സൈഡ് ഞാൻ മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫ്രണ്ടിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ വേണം ബാക്ക് സൈഡ് വെട്ടാൻ. നെക്ക് ഞാൻ സാധാരണ പോലെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 3.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ആം ഹോള് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് ബോക്സ് പോലെ വരച്ചതിന് ശേഷം ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. 32 ഇഞ്ച് ചെസ്റ്റ് ആയതുകൊണ്ട് 9.5 ഇഞ്ചാണ് ഇവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷേപ്പ് വരുന്ന ഭാഗത്ത് 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് താഴേക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ രണ്ടാമത് വരച്ച ലൈനിൽ കൂടി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് തുണി എടുക്കുമ്പോൾ ബാക്ക് സൈഡിനേക്കാളും കുറച്ച് വിഡ്ത്ത് കൂട്ടിയെടുക്കുക. ഞാൻ തുണി 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഹക്കോബ ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ആദ്യം ഞാനൊരു 5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് 5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈൻ കണ്ടില്ലേ, ആ ലൈനിൽ നിന്ന് ഒരു 4 ഇഞ്ചും കൂടെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ആദ്യം ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വരയ്ക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൽ നിന്ന് ഒരു 4 ഇഞ്ചും കൂടെ ഉള്ളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. അത് താഴെ വരെ വരയ്ക്കണമെന്നില്ല, ഏകദേശം പകുതിയോളം വരച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അതൊന്ന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു 13 ഇഞ്ച് ലെങ്ത്തിലൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. കാരണം അത്രയാണല്ലോ നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി ഞാനൊരു 13 ഇഞ്ച് മുകളിൽ നിന്നൊരു 13 ഇഞ്ച് താഴേക്ക് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ലെങ്ത്തിൽ നിന്ന് നമ്മളപ്പോൾ 4 ഇഞ്ച് വരച്ചില്ലേ, അതിലേക്ക് ഒന്ന് സ്ക്വയർ പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനിയിപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് ഞാനൊരു 2.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത്, 3.5 ഇഞ്ച് ഷോൾഡർ, 6 ഇഞ്ച് ആം ഹോൾ, ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെ, ബാക്ക് പീസിൽ വരച്ചതുപോലെ തന്നെ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ആദ്യം 5 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ച ലൈനില്ലേ, അവിടെ വെച്ചിട്ട് അതൊന്ന് മടക്കി വയ്ക്കാൻ തുണി. നമുക്ക് അത്രയും പ്ലീറ്റ് ഇടാനുള്ളതാണ്. ഇനിയിപ്പോൾ 9.5 ഇഞ്ച് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. 8.5 ഇഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ മടക്കി ഇട്ടതുണ്ടല്ലോ, അതൊന്ന് നിവർത്തിയിടാം. അപ്പോൾ ഇതുപോലൊരു സ്ക്വയറാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ആ ഒരു സ്ക്വയർ വരച്ചേക്കണമില്ലേ, അതിൽ കൂടിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാനുള്ളതാണ്. അതിനാണ് അത്രയും വലിയ ആ ഒരു യോക്ക് വെക്കാനായിട്ടുള്ള ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് നിവർത്തി കാണിക്കാം നിങ്ങളെ, അന്നേരം നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് നിവർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആ സെൻറ്ററിൽ കാണുന്ന ആ ഒരു ഭാഗം കണ്ടോ, ആ ഭാഗം മുഴുവൻ നമ്മൾ പ്ലേറ്റ് ഇട്ട് ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് എടുക്കണം. എന്നിട്ട് യോക്ക് വയ്ക്കാനാണ് നമുക്കവിടെ. അപ്പോൾ ചെറിയ പ്ലേറ്റ് ഇട്ടിട്ട് ഏകദേശം ഒരു 8 ഇഞ്ച് ലെങ്ത്ത് വരെ അവിടെ വരണം. 8 ഇഞ്ച് വിഡ്ത്തിൽ ആ ഒരു പ്ലേറ്റ് ഇട്ട് എടുക്കണം. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കഴുത്ത് ചുരുങ്ങി കറക്റ്റായിട്ടിരിക്കുന്ന കണ്ടോ, യോക്ക് വയ്ക്കാൻ പാകത്തിന് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ യോക്ക് അവിടെ വെച്ച് കൊടുക്കാം.
അപ്പോൾ യോക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത ആ ഒരു പീസ് തുണിയുണ്ടല്ലോ, ആ തുണി എടുത്തിട്ട് നിവർത്തി വയ്ക്കുക. ഇതിൽ നിന്ന് വേണം നമുക്കിനി യോക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയാണ് നമ്മൾ എടുത്തത്? 13 ഇഞ്ചല്ലേ യോക്ക് ലെങ്ത്ത് എടുത്തത്. അപ്പോൾ നമ്മളിവിടെ ഒരു 14 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 14 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് താഴത്തെ വിഡ്ത്ത് വേണ്ടത് 8 ഇഞ്ചാണ്. 1 ഇഞ്ചോടെ കൂട്ടി 9 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ പ്ലീറ്റ് ഇട്ട് എടുക്കണം എന്ന് പറഞ്ഞ ആ ഭാഗമല്ലേ, അവിടുത്തെ 8 ഇഞ്ചാണ്. അപ്പോൾ ഒരു 9 ഇഞ്ച് 1 ഇഞ്ചും കൂടെ കൂട്ടിയൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മുകൾ ഭാഗത്തും ഇതേ 9 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ അതൊന്ന് വരച്ചെടുക്കുക. കറക്റ്റായിരിക്കണം ആ ഒരു സ്ക്വയർ വരയ്ക്കുമ്പോൾ, ചെരിവൊന്നും വരാൻ പാടില്ല. കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുക. ഈ രീതിയിലൊന്ന് വരച്ചെടുക്കണം. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇടാം. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മളതിൽ നിന്ന് കട്ട് ചെയ്ത തുണിയേക്കാളും ഒരു 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ രണ്ടാമത് വരച്ച ലൈൻ ഉണ്ടല്ലോ, ഇപ്പോൾ വരച്ചത്, ആ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിൽ ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇതിൻ്റെ താഴ്ഭാഗത്ത് കേട്ടോ. ഞാൻ ക്യാൻവാസ് വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോളുള്ള തുണിയല്ലേ, അപ്പോൾ ക്യാൻവാസ് വെക്കുമ്പോൾ വൈറ്റ് കളർ എടുത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ സെയിം കളറിൽ നമ്മൾ ബാക്ക് പീസ് വെട്ടിയ തുണിയില്ലേ, ആ തുണിയിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. സെയിം അളവിൽ തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ 2 തുണി നമ്മൾ അടിച്ച് മറച്ചിടണം. എന്നിട്ട് നമ്മൾ യോക്ക് പോലെ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്നാലും ഒരിക്കൽ കൂടി പറയാം. സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 21 ഇഞ്ചാണ്. ഫുൾ ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആം ഹോൾ റൗണ്ട് 9 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 8 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുക. ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ചാണ്. ഇവിടെ ഒരു 22.5 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ ഓപ്പണിംഗ് വരുന്നത് 4.5 ഇഞ്ചാണ്. അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. താഴെ ഒരു 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ യോക്ക് വയ്ക്കാനുള്ള പീസ് ഒന്ന് അടിച്ചെടുക്കാം. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് 2 തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പതിച്ചും കൂടെ അടിക്കാം. സൈഡ് ഒന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ലേസും വെച്ച് മുകളിൽ വെച്ച് പതിച്ചടിച്ചേക്കാണ് ലേസും. അപ്പോൾ അങ്ങനെ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗം പ്ലേറ്റ് ഇട്ടെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സെൻറ്ററിൽ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മൊത്തം നമുക്ക് ചെറുതായിട്ട് പ്ലേറ്റ് ഇട്ടെടുത്തിട്ട് 8 ഇഞ്ച് വിഡ്ത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ചെറിയ പ്ലേറ്റ്സ് ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്. തീരെ ചെറിയ പ്ലേറ്റ് ഇടുവാണെങ്കിൽ ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പ്ലേറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അളന്ന് നോക്കണം എടുത്തതിന് ശേഷം. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 8.5 അടുത്ത് കിട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഈ യോക്ക് പോർഷൻ നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെക്കണം. നമ്മൾ മുകളിൽ വെച്ചിട്ട് പതിച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. താഴേന്നല്ല. നമ്മളിപ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്തൊരു ലേസ് വെച്ചേക്കുന്നത് കാരണം മുകളിൽ വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനപ്പോൾ ഏറ്റവും താഴ്ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. താഴ്ഭാഗത്ത് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. എന്നിട്ട് 2 സൈഡിലേക്ക് അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ്, അതായത് താഴ്ഭാഗത്തെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് എങ്കിലും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് വിട്ടുപോകും. അപ്പോൾ അത്യാവശ്യം കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്റ്റിച്ചൊക്കെ കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് സാധാരണ പോലെ നെക്ക് കട്ട് ചെയ്യാം. ഇനിയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ നോർമലായിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ച്,
5 ഇഞ്ച് നെക്ക് ലെങ്ത് എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു റൗണ്ട് നെക്കാണ് വയ്ക്കുന്നത്. വി നെക്കോ ഏത് നെക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്ലീവ് ഇല്ലാതെയും ചെയ്യാം കേട്ടോ, സ്ലീവ്ലെസ് ആയിട്ടും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡർ അടിച്ചതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതും ഒരു ഭംഗിയാണ് കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നെക്ക് വേറൊരു പീസ് വെച്ചിട്ട് അടിച്ച് ഉള്ളിലേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പീസ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ഷോൾഡറും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്ട് റെഡിയാവും. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. ഇനിയിപ്പോൾ നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തേക്കണേ ആ ഒരു പോർഷനും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം 2 സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ 2 സ്ലീവും ചെയ്തെടുക്കുക. മറ്റേ സ്ലീവും കൂടെ ചെയ്തെടുക്കുക. എന്നിട്ട് ബോഡി ഭാഗം കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം താഴ്ഭാഗവും മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത് ഇതിന് മുമ്പുള്ള പല വീഡിയോകളിൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് നമ്മൾ എല്ലാം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ കാണിക്കാത്തത്. ആ ഫ്രണ്ടിലത്തെ ആ പ്ലീറ്റിൻ്റെ ഭാഗം മാത്രമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.